തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് 5.25 സെന്റിൽ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു 4 ബെഡ്റൂം വീടാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കുംതടിയിലുമാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. തേക്കുംതടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻവശത്തെയോ അല്ലെങ്കിൽ ബാൽക്കണിയിലെ വാതിൽ മാത്രമല്ല, വീടിലെ തടിപ്പണികളെല്ലാം ഇപ്പോൾ ജനലിൻ്റെ കട്ടളയാവട്ടെ, ജനലിൻ്റെ പാളികളാവട്ടെ, വാതിൽ, ഇൻറ്റേർണൽ ഡോസ് എല്ലാം തന്നെ തേക്കുംതടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നല്ല കിടിലമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു വീടിന് ചോദിച്ചിരിക്കുന്ന വിലയാണ് ഹൈലൈറ്റ്. കിടിലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന്, അതായത് വട്ടിയൂർക്കാവ് തോപ്പുമുക്ക് ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് 650 മീറ്റർ മാത്രം മാറിയാണ് പ്രോപ്പർട്ടി വരുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കോണ്ടിനെൻ്റൽ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അതിനകത്തേക്ക് കറക്റ്റായിട്ട് 240 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. വട്ടിയൂർക്കാവ് തോപ്പുമുക്ക് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ 650 മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും. ടോട്ടലായിട്ട് 5.25 സെൻറ്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ വീടിനകവും പുറം ഭാഗത്തായാലും എല്ലായിടത്തും നല്ലതുപോലെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മുൻവശത്ത് നോക്കുകയാണെങ്കിൽ 2 വലിയ കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് നമ്മുടെ മുൻവശത്ത് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് ഇപ്പം വട്ടിയൂർക്കാവിന് ഇത്രയും നല്ല ഡിമാൻഡ് നിൽക്കുന്ന സമയത്ത് ഇതിന് ഈ ചോദിച്ചിരിക്കുന്ന പ്രൈസ് നല്ല അടിപൊളി ഒരു പ്രൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ മുൻവശത്തുള്ള കട്ടള, വാതിൽ എല്ലാം തേക്കുംതടിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 പാളികളിലായിട്ടാണ് നമ്മുടെ വാതിൽ വരുന്നത്. അകത്തേക്ക് കയറി വരുമ്പോൾ ഈ ജനലൊക്കെ നോക്കി, ഇതിൻ്റെ കട്ടളയും പാളികളും എല്ലാം തന്നെ തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസ് ആണ്. ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. സീലിങ്ങിലായാലും നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജനലെല്ലാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സെയിം ആയിട്ടുള്ള തടിപ്പണികളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് മേളിൽ നിന്ന് വെട്ടം വീഴുന്ന രീതിയിൽ ഒരു നടുത്തളം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, വെള്ളം അകത്തേക്ക് വീഴത്തില്ല. അതിനകത്ത് ഇൻറ്റേർണൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും നാച്ചുറലായിട്ട് പ്രകാശം ഉള്ളിലേക്ക് വരാനുള്ള എല്ലാ പ്രൊവിഷനും പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് വരും. ഇതിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് ഒക്കെ ഇതുപോലെ ക്ലാഡിങ് ടൈലൊട്ടി നീറ്റാക്കിയിട്ടുണ്ട്. കരിങ്കല്ല് പോലത്തെ ടൈലൊട്ടി നീറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ. വാഷ് ഏരിയ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഗ്രാൻഡാണ്. നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വെയേഴ്സും അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സും എല്ലാം തന്നെ പ്രീമിയം ഫിറ്റിങ്സ് ആണ്. അതായത് ഈ വാഷ് ബേസിനും പൈപ്പും ഒക്കെ വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നല്ല രസമുണ്ടല്ലേ. ഇവിടെയൊക്കെ ഫേബറിൻ്റെ ചിമ്മിനിയും നമ്മുടെ സ്റ്റൗവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റൗ എടുത്ത് ഏകദേശം 35,000 അതിന് മാത്രമായി. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള ഫിറ്റിങ്സ് വരുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഈ ഒരു വുഡൻ തീമിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെയും ഈ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാർ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിൻവശത്തേക്കുള്ള ഈ ഡോറായാലും തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ വീടിന് ചുറ്റും തന്നെ നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട്. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് നമ്മുടെ വീടിന് വരുന്നത്. എല്ലാ റൂമുകളുടെയും ഉള്ളിലുള്ള വാതിലായാലും ഞാൻ പറഞ്ഞ പോലെ തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കട്ടളയായാലും വാതിലിൻ്റെ പാളിയായാലും എല്ലാം സെയിം ആണ്. ഈ രീതിയിൽ നമുക്ക് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ കമോഡായാലും പൈപ്പ് ഫിറ്റിങ്സ് ആയാലും ഈ കാണുന്ന വാഷ് ബേസിനായാലും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പലരും ചോദിക്കും, നിനക്ക് എന്തോടെ ഈ ജാഗ്വാറിന് എന്തെങ്കിലും കൊമ്പുണ്ടോ എന്ന്. നമുക്ക് ഈ പൈപ്പ് ഫിറ്റിങ്സിൻ്റെ വിലയൊന്നും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ പ്രീമിയം ഫിറ്റിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു 3-4 ഇരട്ടി വില പ്രൈസിൽ വേരിയേഷൻ വരാറുണ്ട്. ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. ഇതിലായാലും സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ വരുന്നത്. നമ്മുടെ ഈ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ ഈ റെയിലിംഗ് നോക്കിയാൽ ഇതെല്ലാം GI റോഡും അതുപോലെ തന്നെ ഈ കാണുന്നത് പോലെ നമ്മുടെ തേക്കുംതടിയിലാണ് ഈ റെയിലിംഗ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആയാലും ഒത്തിരിയധികം ജനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് പ്രകാശം ഉള്ളിലേക്ക് നല്ലപോലെ തന്നെ വരുന്നുണ്ട്. മേളിൽ നിലയിൽ വരുമ്പോഴത്തേക്കും വലിയൊരു ലിവിങ് സ്പേസ് തന്നെ കാണാം. ഇനി വേണമെങ്കിൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂംസും പിന്നെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ്, അതുപോലെ തന്നെ മുൻവശത്തേക്ക് ഒരു ബാൽക്കണി, ആ രീതിയിലാണ് വരുന്നത്. ബെഡ്റൂംസിൻ്റെ ലേഔട്ട് നമ്മൾ താഴെ കണ്ട സെയിം ലേഔട്ടാണ്. അതേ രീതിയിൽ തന്നെ 2 ബെഡ്റൂംസ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും കബോർഡ് സൗകര്യം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്.
നമ്മുടെ ഈ കോമൺ സ്പേസിലേക്ക് ഇതുപോലെ ഡോറ് തുറന്നിറങ്ങി കഴിഞ്ഞാൽ ഈ ഡോറൊക്കെ നോക്കി അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം ഒരു മാറ്റ് ഫിനിഷിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ കാണുന്ന പോലെ ഒരു ഓപ്പൺ ടെറസാണ്. ഇവിടെ ഫുള്ളായിട്ട് ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇതൊന്ന് റൂഫ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുണിയെല്ലാം ഇവിടെ തന്നെ സുഖമായിട്ട് ഉണങ്ങാനിടാൻ സാധിക്കും. നമുക്കിനി അകത്തേക്ക് പോകുമ്പോൾ ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ തന്നെ ആ ബെഡ്റൂമിൻ്റെ നേരെ മേളിൽ വരുന്ന രീതിയിൽ അടുത്തൊരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആണ് കേട്ടോ. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ എല്ലാം തേക്കുന്നടിയിലാണ് ഇപ്പോൾ കട്ടളയായാലും എല്ലാ പരിപാടികളും ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അവിടെ നമ്മൾ നേരെ ബാൽക്കണി സ്പേസിലേക്ക് വരും. അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസ് എന്ന് തന്നെ പറയാം. എന്താ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശത്തെ വിഷ്വൽ വരുന്നത്. സൈഡിലേക്കും ഇതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. നമ്മുടെ വട്ടിയൂർക്കാവ് വികസനത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ്. കാരണം അവിടെ 100-700 കോടി രൂപയുടെ ഡെവലപ്മെൻറ്റാണ് നമുക്കവിടെ റോഡ് വൈഡനിങ്ങും പല കാര്യങ്ങളുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ടിവിറ്റി റോഡുകളും എല്ലാം തന്നെ, അതായത് അങ്ങോട്ടേക്കുള്ള ആക്സസ് റോഡുകളെല്ലാം തന്നെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് നിന്നും നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് മേജർ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ഈസി ആക്സസ് ആണ്. ആ രീതിയിലാണ് ഇപ്പോൾ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും. ഞാൻ ഇതിന് പ്രതീക്ഷിച്ച ഒരു 1.60 ചോദിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇതിന് ചോദിച്ചിട്ടുള്ള വില 1,35,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കുക. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വീട് മിസ്സാക്കണ്ട.